ഓക്കെ, സുവിശേഷൻ ടി എം വർഗീസ് അച്ചാനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പാസ്റ്റർ എൻ എൻ ജോസഫ് പാസ്റ്ററെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. परमेश्वर का नाम की महिमा होवे. ഈ പ്രേരണയിൽ ഇപ്പോൾ അധ്യക്ഷനായി ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, इस सभा की अध्यक्षता करने वाला प्रभु का दास, കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാജു തോമസ്. प्रभु का दास डॉक्टर साजू थॉमस. എന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് പരിചയപ്പെടുത്തിയ കൊച്ചൈപ്പ് പാസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന മോർച്ചൻ പാസ്റ്റർ, അതുപോലെ തന്നെ ഇതിന്റെ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ്, ട്രഷറർ, എല്ലാ ഭാരവാഹികൾക്കും ഇതിൽ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ കർത്താവിന്റെ വലിയ ദാസന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. സ്തോത്രം. मुझे आज अभी परिचय कराया हुआ प्रभु का दास के वर्गीस के लिए और इस संस्था का अध्यक्ष और सारे समिति के अंगों के लिए और आज इस मीटिंग में जुड़े हुए तमाम लोगों को प्रभु यीशु मसीह के नाम से हार्दिक अभिनंदन करते हैं और स्वागत करते हैं और जय मसीह की. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ദുഃഖിതനായിട്ടാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം എൻ്റെ പ്രിയ വൈഫ് മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം തികയാണ്. കഴിഞ്ഞ ജനുവരി 17-ാം തീയതി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് അതിൻ്റെ ഓർമ്മ എൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്നുണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. और आज मैं बहुत ज्यादा लंबा बताना नहीं चाहूंगा क्योंकि आपकी पत्नी का प्रभु के पास चले जाने का आज 1 साल पूरा हो रहा है. उनकी यादों में हम आज रह रहे हैं, इसलिए ज्यादा कुछ बातें नहीं कहूंगा. എൻ്റെ സാക്ഷ്യമായിട്ട് 1-2 വാക്ക് ഞാൻ പറഞ്ഞിട്ട് പിന്നെ വചന ശുശ്രൂഷയിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. और मेरी गवाही के रूप में 1-2 बातों को बताकर कुछ वचनों को मैं आपके सामने लाऊंगा. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ 1961 ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 15 വർഷത്തെ സേവനത്തിന് ശേഷം 1976 ഞാൻ റിട്ടയറായി. और परमेश्वर का दास ने इंडियन एयरफोर्स में नौकरी किया 18 साल और 76 में वो रिटायर हुआ है. എൻ്റെ വൈഫ് നേഴ്സാണ് ആയിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെ ചാണ്ടിഗാർ, UP, പിന്നെ ദേവലാലി എന്നീ സ്ഥലങ്ങളൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചു. 1978 ഞാൻ അമേരിക്കയിൽ വരുന്നത്. और की पत्नी भी एक नर्स थी और UP में, दिल्ली में और कई जगहों में सेवा किया. और उसके बाद रिटायरमेंट के बाद 1978 में अमेरिका में गया. എൻ്റെ വൈഫ് 1973 അമേരിക്കയിൽ വന്ന വ്യക്തിയാണ്. 73 पत्नी तो 1973 से अमेरिका में कार्यरत थी. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 3 बच्चे थे. എൻ്റെ മൂത്ത മകൻ 53-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 2 വർഷമായി ഹാർട്ട് അറ്റാക്ക് മൂലം ഈ ലോകത്തിന് മാറ്റപ്പെട്ടു. और बड़ा बेटा 3 साल पहले 53 साल का उम्र में दिल की दौरा पड़ने के कारण प्रभु के पास चला गया. വളരെ 2006 എൻ്റെ ഹാർട്ടിന്റെ 4 ബൈപ്പാസ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. और 2006 में आपको भी दिल की दौरा पड़ा जिसके वजह से पूरे दिल की खोल करके ऑपरेशन के द्वारा उनका इलाज हुआ है. അങ്ങനെ പല പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ കൈവിടാതെ അവൻ നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस प्रकार कई प्रकार के कठिन परिस्थितियों से होकर गुजरा है, लेकिन हमारे बुलाने वाला परमेश्वर विश्वास योग्य है. वो अभी तक हमें चलाया है. ഞാൻ 1963 കാൺപൂരിന്റെ പ്രദേശത്ത് UP കാൺപൂരിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചത്. 1963 में जब कानपुर में सेवा नौकरी करते थे, उसी समय प्रभु को उद्धारकर्ता ग्रहण करके बपतिस्मा लेके पवित्र आत्मा का अभिषेक को प्राप्त किया. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം സർവീസിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
उस समय से लेकर आज तक प्रभु ने जब नौकरी में थे तभी और नौकरी के बाद भी अभी तक प्रभु जिस प्रकार अगुवाई करते हैं, प्रभु का गवाह बनकर जीने के लिए प्रभु ने अवसर दिया है। കർത്താവിന്റെ ദാസൻ മോർച്ചൻ ഭാഷം പറഞ്ഞ പോലെ, കൊച്ചപ്പ ഭാഷ പറഞ്ഞ പോലെ, ഞാനിപ്പോൾ 12 പുസ്തകങ്ങൾ എഴുതി തീർത്തു. 12 പുസ്തകങ്ങൾ. और परमेश्वर का दास जिस प्रकार बोला है, 12 किताबें लिखने के लिए प्रभु मुझे अभिषेक किया. അത് അതിന്റെ ഫോട്ടോ ഞാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാജു തോമസിന് അയക്കുകയുണ്ടായി. എല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രിന്റ് ചെയ്ത് അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ സ്തോത്രം. और इन सारे किताबों को मैं अपने पैसा से ही पैसा खर्चा करके छपवा करके मुफ्त में लोगों को बांटते हैं. ഏറ്റവും ഒടുവിലായിട്ട് എഴുതിയ പുസ്തകമാണ് ഏക വഴി, വൺ വേ എന്നുള്ള ചെറിയ പുസ്തകം. ഇത് ഗോസ്പൽ പ്രവർത്തനത്തിന് വേണ്ടി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് എഴുതിയ ചെറിയ പുസ്തകമാണ് ഏക വഴി എന്നുള്ള പുസ്തകം. और सबसे आखिरी में लिखा हुआ किताब जो प्रदर्शित किया गया है, एक ही मार्ग, वो जो सुसमाचार प्रचार के उद्देश्य से वो लिखा गया है और प्रचार किया जा रहा है. എല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. കർത്താവിന്റെ സ്തോത്രം. सारे बातों में प्रभु यीशु मसीह के नाम की महिमा होने पाए. ദൈവം തന്ന കൃപയ്ക്കൊത്തോണം പല സൂം പ്ലാറ്റ്ഫോമിൽ പ്രയർ ലൈനിൽ വചനം പഠിപ്പിക്കുവാൻ സംസാരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. परमेश्वर ने जो अनुग्रह किया उसके द्वारा कई ऐसे ज़ूम प्लेटफॉर्म में परमेश्वर का वचन की शिक्षा देने के लिए प्रभु इन दिनों में मुझे इस्तेमाल कर रहे हैं. എല്ലാം ദൈവനാമത്തിന് ആയിത്തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. और सारे बातों में प्रभु की महिमा होने पाए बोलकर मेरी ये गवाही का भाग को मैं समाप्त करना चाहूंगा. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ जितना പ്രാർത്ഥിക്കുന്നു. श्रोतागण मेरी ओर कान लगाए सबको प्रभु बहुत ऐसे आशीष करे. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം യെശയ്യാവിന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളാണ്. ഐസയ്യ ചാപ്റ്റർ 35 വേഴ്സ് 3 and 4. थोड़ी समय का चिंतन के लिए मैंने जो वचन को चुना है वो यशायाह नबी का किताब उसके 34वां अध्याय का 3 और 4 है. അതിങ്ങനെ വായിക്കുന്നു: തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം ഒന്നുകൂടെ പറയാമോ അച്ഛാ? ഐസയ്യ ചാപ്റ്റർ 35 വേഴ്സ് 3 and 4. യെശയ്യാവ് 35-ന്റെ 3-4 വാക്യങ്ങൾ. यशायाह नबी 35 का 3 और 4 यहाँ पर पढ़कर सुना है. ढीले हाथों को दृढ़ करो और थरथराते हुए घुटनों को स्थिर करो, घबराने वालों से कहो हियाव बांधो, मत डरो, देखो तुम्हारा परमेश्वर बदला लेने और प्रतिफल देने को आ रहा है. हम परमेश्वर आकर तुम्हारा उद्धार करेगा. പ്രൈസ് ദി ലോർഡ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. अनुवाद करने वाला परमेश्वर के दास को भी प्रभु बहुत ऐसे आशीष करे. ഇവിടെ തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുകയും എന്നുള്ള 3 ദൂതുകൾ ആ 1-ാം വാക്യത്തിൽ 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. यहाँ पर हम लोग इस वचन के अंदर में 3 बातों को देखते हैं. पहले ढीले हाथों को दृढ़ करो, और दूसरी बात धड़धड़ाते हुए घुटनों को स्थिर करो, तीसरा घबराने वालों से कहो कि हियाव बांधो. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പൈശാചികൻ നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ തളർത്തിക്കളയുന്നതായ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ, നമ്മുടെ കർത്താവിന് വേണ്ടി ഓടുന്ന ഓട്ടത്തെ, നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭീതിപ്പെടുത്തതായ ഒരു 3 മേഖലകൾ സാത്താൻ പ്രവർത്തിച്ച് നമ്മളെ
പുറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. इस वचन को हम समझते हैं तो तीन क्षेत्र में जो शैतान हमारे दौड़ को रोकने के लिए कोशिश करते हैं, हमें पीछे खींचने के लिए कोशिश करते हैं, वो तीन अवस्था के या तीन क्षेत्र के बारे में बताया गया है. ദൈവജനം ഒരു പോർക്കളത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. हम सब लोग ये बात को जानते हैं कि हम परमेश्वर का जन एक जंग का मैदान में है. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലും നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രതിഷേധങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു പോർക്കളത്തിലാണ്, ഒരു പോരാടേണ്ട ആവശ്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. और खास करके हम सब लोग जानते हैं भारत में आज के परिस्थितियों में हम उस शैतान की कार्यों से लड़ने के लिए जंग के मैदान में खड़े हैं. അപ്പോൾ ഈ പിശാച് നമ്മുടെ എതിരാളിയാണ്. അവൻ നമ്മളിൽ പ്രവർത്തിച്ച് അവൻ നമ്മളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. शैतान है जो हमारा दुश्मन है और वो हमें किस प्रकार गिराए इस ताक में रहते हैं. നമുക്ക് വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. എഫെസ്യർ ലേഖനം 6-12 വായിക്കേണ്ട 12 വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് വിശുദ്ധ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. और एफेसियों के पत्री में 6वां अध्याय में ये लिखा है, हमारा मल्ल युद्ध लहू और मांस से नहीं परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से है. അപ്പോൾ ശത്രുവായ പിശാചിനോട് ഒന്നാമതാം നമുക്ക് 3 ഫൈറ്റ് ചെയ്യേണ്ട 3 ശക്തികൾ. ഒന്ന് പൈശാചിക ശക്തി, പൈശാചിനോട് പോരാടണം. और हमें इस लड़ाई में 3 प्रकार का शक्तियों से हमें लड़ना है. पहला शैतान की शक्तियों से लड़ना है. അതിനെ ദുഷ്ടൻ തൊടുത്തുവിടുന്ന തീയമ്പുകളെ കുറിച്ച് നമുക്കറിയാം. അതിനെ തടുക്കുവാൻ വിശ്വാസം എന്ന പരിച കയ്യിൽ എപ്പോഴും പിടിച്ചുകൊള്ളണം എന്ന് എഫെസ്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. और एफेसियों के पत्री 6वां अध्याय में लिखा है, शत्रु शैतान ने जो तीर को हमारे ओर चलाते हैं उसको रोकने के लिए विश्वास की ढाल हमारा जीवन में होना जरूरी है. അപ്പോൾ ഇടത്ത് കൈയിൽ പരിചയം, വലത്ത് കൈയിൽ ആത്മാവിന്റെ വാൾ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും പിടിച്ചുകൊണ്ട് ശത്രുവിനോട് പോരാടണം എന്നാണ് നമ്മൾ കാണുന്നത്. और हम लोग इसमें देखते हैं, बाएं हाथ में अगर विश्वास का ढाल है तो दाहिने हाथ में परमेश्वर का वचन जो आत्मा की तलवार है उसको लिए हुए हमें खड़ा रहना है. ഈ തളർന്ന കൈകളെ ബലപ്പെടുത്തുക. ഒരു തളർന്ന കൈ ആണെങ്കിൽ അല്ലെങ്കിൽ ബലഹീനമായ കൈ ആണെങ്കിൽ പരിചയം വാളും പിടിക്കുവാൻ കഴിയത്തില്ല. और ये ढीले हाथ, अगर हमारा हाथ ढीला हो तो हम ये ढाल और तलवार हाथ में लिए हुए खड़ा नहीं हो पाएंगे. അപ്പോൾ നമ്മുടെ കൈകളിൽ ഈ വെപ്പൺസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കരം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. अगर हमारे हाथ में ये हथियार परमेश्वर का वचन की तलवार और ढाल हाथ में रहना है तो हमारा हाथ मजबूत होना है. ഒന്നാമതായിട്ട് നമ്മുടെ ശത്രുവായ പിശാചിനോട് പോരാടണം. രണ്ടാമത് നമ്മൾ ലോകത്തോട് പോരാടി ജയിക്കണം. ലോകം प्रथम हम दुश्मन शैतान से लड़ना है और दूसरा इस संसार और संसारिकता से हमें लड़ना है. വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ വചനത്തിൽ കിടക്കുന്നില്ല. 1 യോഹന്നാൻ 2:15 പറയുന്നു, ലോകസ്നേഹം, ലോകത്തെയും ലോകത്തുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകസ്നേഹം നമ്മുടെ ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് 1 യോഹന്നാൻ 2 പറഞ്ഞിരിക്കുന്നു. पहला यूहन्ना का पहला पत्री उसका दूसरा अध्याय में हम लोग देखते हैं, संसार से प्रीति रखना परमेश्वर से बैर रखना होता है. അപ്പൊ ലോകത്തോട് നമ്മൾ പോരാടി ജയിക്കണം. ലോകം, और इसलिए संसार से हमें लड़ना है, उनके ऊपर विजय हासिल करना है. ലോകം വെച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങൾ, അതിനുവേണ്ടിയാണല്ലോ അധികം പേര് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അത് നമുക്കറിയാം. നമുക്ക് ദൈവമക്കളായ നമുക്ക് ഈ ലോകം നമ്മളിൽ കയറുവാൻ പാടില്ല.
परमेश्वर का जन के अंदर में ये संसारिकता नहीं आना है। ये दुनिया का संसार जो पद देते हैं, स्थान देते हैं, उसके लिए आजकल बहुत सारे लड़ाइयां होते हैं, लेकिन इस प्रकार के कार्य हमारे हृदय के अंदर प्रवेश ना करने पाए। മൂന്നാമത്തെ അവന്യമാണ് നമ്മുടെ ജഡം. നമ്മുടെ ജഡത്തെ ജയിക്കണം. तीसरा हमारा दुश्मन हमारा खुद का शरीर है और उसके ऊपर हमें विजय हासिल करना है। അത് ഗലാത്യ ലേഖനം 5 പറയുന്നുണ്ട്, ജഡാഭിലാഷം എന്ന് വെച്ചാൽ ഫ്ലഷ്ലി ലെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഫ്ലഷ്ലി ലെസ്റ്റ് അല്ലെങ്കിൽ സിൻഫുൾ ഡിസയർ. और रोमी के पत्री में लिखा है शरीर की अभिलाषा वो पाप है। അപ്പോൾ ഈ ജഡാഭിലാഷം അല്ലെങ്കിൽ ജഡത്തിന്റെ അഭിരുചികൾ, അതിന്റെ ഇച്ഛകൾ, അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിക്കണം. അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. അത് ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അതിനെ നമ്മൾ ജയിക്കണം, ജഡത്തെ ജയിക്കണം. शरीर की अभिलाषा, शरीर की इच्छाएं जो हमारे आत्मिक जीवन को खराब करते हैं, तो हमें इस आत्मिक मल्ल युद्ध में उससे लड़ करके उसके ऊपर विजय हासिल करने का जरूरत है। നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. इसलिए हम लोग जहां पर हम लोग मूल पाठ जो पढ़े हैं वहां लिखा है ढीले हाथों को दृढ़ करो. എന്നുവെച്ചാൽ വീക്കായിട്ടുള്ള ഹാൻഡ് അല്ലെങ്കിൽ ഫീബിൾ എന്നാണ് പറയുന്നത്. ബലഹീനമായ കൈകൾ, അതിനെ നമ്മൾ ബലമുള്ളതാക്കി തീർക്കണം, ബലമുള്ള കൈ എത്തിക്കണം. हमारे हाथ जो ढीले हैं, कमजोर है, उसको मजबूत करने के लिए कहा गया है. എന്തിനാണ് നമ്മൾ ബലപ്പെട്ടിരിക്കുന്നത്? ശത്രുവിനോട് പോരാടുവാൻ. हमारा हाथ को इसीलिए मजबूत करते हैं ताकि हम दुश्मन शैतान से लड़ सके. നമുക്കറിയാം, നെഹമ്യാവ് യെരുശലേമിന്റെ മതിൽ പണിയുവാനായിട്ട് വന്നു. हम जानते हैं नेहम्या जब यरूशलेम के दीवार को फिर से पुनः निर्माण करने के लिए आए हैं, അനേക ശത്രുക്കളെ തനിക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. और बहुत सारे दुश्मनों को सामना करना पड़ा. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ പണിയുമ്പോഴും മതിൽ പണിയുമ്പോഴും അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ടാണ് അവർ പണിതുകൊണ്ടിരുന്നത്. और वहां पर हम लोग पढ़ते हैं कि वो जब दीवार का निर्माण करते समय भी अपने कमर में तलवार लिए हुए थे. അവർ 4-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ അവർ കുളിക്കാൻ നേരത്ത് പോലും ആയുധം ധരിച്ചുകൊണ്ടിരുന്നു, കുളിക്കുന്ന സമയത്ത് പോലും. और नेहम्या का किताब 4:23 में लिखा है जब वो नहाने जाते थे तभी हथियार अपने साथ रखते थे. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവർ ആയുധം ധരിച്ചുകൊണ്ട് നിന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഏത് സമയത്തും, ഉറങ്ങുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും അവർ ആയുധം അവിടെ കയ്യിലുണ്ടായിരുന്നു. और इसका मतलब वे लोग हर परिस्थिति में, हर समय में वो लोग तलवार लिए हुए थे. चाहे वो भोजन करने के समय हो, चाहे वो नहाने के समय हो, चाहे सोने के समय हो, चाहे काम करने के समय हो, वो तलवार लिए हुए थे. അപ്പോൾ ഈ തളർന്ന കൈകളെ ബലപ്പെടുത്തി എന്നുള്ള വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ ഒരു ഭയങ്കര യുദ്ധത്തിൽ, ആദ്യമായിട്ടുള്ള യുദ്ധമാണ്. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ 17-ാം അധ്യായത്തിൽ കാണുന്നത് അമാലേക്കരുമായിട്ടുള്ള ദ ഫസ്റ്റ് വാർ, ആദ്യത്തെ യുദ്ധത്തിൽ അവർ ഏർപ്പെടുവാനിടയായി. और इस ढीले हाथ के संबंध में बताने के समय निर्गमन के किताब 17वां अध्याय में हम लोग पढ़ते हैं, इस्राएल जन जब मिस्र देश से आ रहे थे, अमालेकी के साथ उनको लड़ाई होने लगे. ഈ അമാലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ജാതികളിൽ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ അമാലേക്ക്. और अमालेकी के बारे में गिनती का किताब 27वां अध्याय में बताते हैं वो अन्य जातियों में वो आगे रहने वाला लोग है. അവൻ ജാതിയിൽ മുന്നിൽ ശക്തിയുള്ളവനാണ് അമാലേക്ക്, ശക്തിയുള്ളവൻ. वे शक्तिशाली और प्रबल लोग हैं. അവനെ ഇസ്രായേൽ മക്കൾ ജയിക്കേണ്ടിയിരിക്കുന്നു. और इस्राएल जन को उनके ऊपर विजय पाना जरूरी था. അവിടെ യോശുവോട് പറയാണ്, മോശേ, നീ ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി അമാലേക്കരോട് യുദ്ധം ചെയ്യുക, ഞാൻ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടിയുമായി നിൽക്കുമെന്ന് പറഞ്ഞു.
और उस समय मूसा ने यहोशू से कह रहे हैं कि यहोशू तुम इस्राएल जन को ले जाकर के जंग के मैदान में अमालेकी से लड़ना, लेकिन मैं पहाड़ के ऊपर परमेश्वर का दिया हुआ छड़ी को लेकर, लाठी को लेकर खड़ा रहूंगा। അത് പുറപ്പാട് പുസ്തകം 17:9 നമ്മൾ വായിക്കുന്നുണ്ട്. 17:9 और निर्गमन के किताब 17:9 में ये पढ़ते हैं। ഇവിടെ ഇതാ മോശ ദൈവത്തിന്റെ വടിയുമായിട്ട് നിൽക്കുകയാണ്. എന്തിന്? ആ തന്റെ കൈ വടിയുമായിട്ട് ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും, തന്റെ കൈ താണിരിക്കുമ്പോൾ ഇതാ അമാലേക്കർ ജയിക്കും. അതാണ് നമ്മളവിടെ കാണുന്നത്. वहां पर हम लोग देखते हैं जब तक मूसा के हाथ लाठी लिए हुए ऊंचे उठे रहेंगे तब तक इस्राएल को जीत होते रहेगा, लेकिन जब उनके हाथ नीचा होता है तो अमालेकी उनके ऊपर प्रबल होने लगता है। ഇതാ മോശയുടെ കയ്യിൽ വടിയുമായിട്ട്, ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ച വടിയുമായിട്ട് മോശ നീക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കൈക്ക് ഭാരം ഏറിയതുകൊണ്ട് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ ഒരു അവസ്ഥയിലേക്ക് വന്നു. और हम ये जानते हैं कि मूसा जब लाठी लिए हुए हाथ उठा कर रखा, लेकिन कुछ देर के बाद हाथ में भारीपन होने के कारण हाथ नीचे होने लगा, हाथ ढीला होने लगा। ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇതാ അഹരോനും ഹൂരും ഒരു കല്ല് കൊണ്ടുവന്നിട്ട് ആ കല്ലിന്മേൽ മോശയെ ഇരുത്തിയിട്ട് ഇടത്തും വലത്തുമായിട്ട് അഹരോനും ഹൂരും തന്റെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അത് തളരുവാൻ പാടില്ല, ഉയർന്നു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. और उस समय हम लोग ये देखते हैं हारून और हूर जो है मूसा के पास आया और पत्थर लगा करके दाएं बाएं बैठ करके मूसा के हाथ को ऊंचे उठाकर पकड़े रहा। നാം കാണുന്നുണ്ട് അമാലേക്കിന്റെ മേൽ യോശുവ പടപെട്ടി ജയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. और उस मूसा के हाथ ऊंचे उठे रहने के कारण यहोशू और उनके साथ जो सेना गए हैं अमालेकी के ऊपर विजय को प्राप्त कर लिया। എന്താണ് ഇത് കാണിക്കുന്നത്? കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ഈ ദിവസങ്ങളിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അനേക മാസം ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയിൽ അവരെ നമ്മൾ വഹിക്കുക. അവരുടെ കൈ, നമ്മുടെ കൈ ഉയർന്നിരിക്കട്ടെ. അവരെ വഹിച്ചുകൊണ്ട് ദൈവസേനയിൽ പ്രാർത്ഥിപ്പാനാണുള്ള ആഹ്വാനം അവിടെ കാണുന്നത്. സ്തോത്രം. ये क्या दर्शाते हैं कि आए दिन में जो परमेश्वर का दास लोग कष्ट से होकर गुजर रहे, कई लोग जेलों में जा रहे हैं, तो हम सब लोग हमारा प्रार्थना का हाथ को ऊंचे उठे रखेंगे ताकि उनको वो शत्रुओं से लड़ करके जीत हासिल करने पाए। അപ്പോൾ ഈ തളർന്ന കൈ, പ്രൈസ് ദി ലോർഡ്, അത് തളരുവാൻ പാടില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഒരു ഇങ്ങനെ പറയുന്നുണ്ട്. എബ്രായർ 12:12, हीब्रू 12:12, 12वां अध्याय का 12वां आयत में भी ऐसे लिखा है, इसलिए ढीले हाथों को और निर्बल घुटनों को सीधे करो। ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ എന്നാണ് അവിടെ കാണുന്നത്. यहाँ पर इसलिए कहा गया कि इसलिए ढीले हाथों को और निर्बल घुटनों को सीधे करो। പ്രൈസ് ദി ലോർഡ്. പല വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിലും 18-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 18-ാം സങ്കീർത്തനത്തിന്റെ 34-ാം വായിക്കുമ്പോൾ 18वां भजन संगीता 18वां अध्याय और उसका 35वां आयत पढ़ते समय വായിച്ചോ. 18:34. അവൻ എന്റെ കൈകളെ വിദ്യാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു എന്നവിടെ. എന്റെ കൈകളെ എന്തിനെ? വിദ്യാഭ്യാസം വരുത്തുന്നു. നമ്മുടെ കൈകൾ ക്ഷീണിച്ചിരിക്കാൻ പാടില്ല, അത് തളരുവാൻ പാടില്ല. കാരണം ഇത് യുദ്ധത്തിന് വേണ്ടിയുള്ള ആണ് നമ്മുടെ കൈകൾ. भजन संगीता 18:34 में लिखा है, वो मेरे हाथों को युद्ध करना सिखाते हैं, इसलिए मेरी बाहों से पीतल का धनुष झुक जाता है। यानी कहने का मतलब हमारा हाथ कभी ढीला और कमजोर ना हो जाए, बल्कि हमारा हाथ हमेशा मजबूत रहे। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വായിച്ച കുറിവാക്യത്തിൽ തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. ഇനി രണ്ടാമത്തെ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. യശയ്യാ 35 मूल पाठ में लिखा है,
ढीले हाथ को दृढ़ करो और धड़धड़ाते हुए घुटनों को स्थिर करो. എബ്രായത്തിൽ ഇപ്പോൾ നാം വായിച്ചു. ഹല്ലേലൂയ. നമ്മൾ 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തിപ്പീരും. കുഴഞ്ഞ മുഴങ്കാല്. यहाँ पर इब्रानी 12 में भी हम लोग पढ़े हैं, इसलिए ढीले हाथों और निर्बल घुटनों को सीधे करो. എന്തിനാണ് കാല്? കാല് ഓടുവാനും നടക്കുവാനും വേണ്ടിയുള്ളതാണല്ലോ കാല്. और पैर के बारे में हम जानते हैं कि वो हमें दौड़ने के लिए, चलने के लिए दिया गया है. ഇത് തളരുവാൻ പാടില്ല. അത് ഓടുവാനുള്ളതാണ്, നടക്കുവാനുള്ളതാണ്. സ്തോത്രം. ये पैर जो है उसकी घुटना धड़धड़ाने ना पाए, ढीला ना हो जाने पाए, ताकि हम दौड़ सके, चल सके. ഞാൻ സമയം മുമ്പിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാണ്. ഏലിയാവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, ഏലിയാവ് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന പ്രവാചകനാണ് ഏലിയാവ്. और समय के अभाव में जल्दी आगे बढ़ना चाहता हूं. एलिया के बारे में हम जानते हैं वो प्रभु के लिए बड़ी सामर्थ्य के साथ खड़ा हुआ एक व्यक्ति थे. ഇവിടെ താൻ പ്രാർത്ഥിച്ച ആകാശത്തു നിന്ന് തീ ഇറക്കിയ വ്യക്തിയാണ് ഏലിയാവ്. एलिया के बारे में हम जानते हैं वो प्रार्थना के द्वारा स्वर्ग से आग नीचे लाने वाला व्यक्ति है. 850 പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലുവാൻ ഇടയായി തന്റെ ഒരു ചാലഞ്ചിങ് ഓടുകൂടി നമുക്കറിയാം. അപ്പോൾ ആഹാബിന്റെ ഭാര്യ ഈസബേൽ പറയാണ്, ഇത് വിവരം അറിഞ്ഞപ്പോൾ, നാളെ അവരിൽ ഒരാളപ്പോൾ ഞാൻ നിന്നെ ആക്കുന്നുള്ള ഭീഷണി തന്മേൽ ഉയർത്തി. और एलिया के द्वारा 850 अन्य नबियों को उसने मौत के घाट उतार दिया. तो राजा की पत्नी इजबेल कहती है कि उनमें से एक व्यक्ति के समान तुमको भी बना दूंगा. ഇവിടെ 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ 4 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അത് പേടിച്ചിട്ട് पहला राजा की किताब 19वां अध्याय में हम लोग उसका 4 पद में हम लोग पढ़ते हैं इस बात को. അവൻ ആ ഭീഷണിയുടെ മുഖത്ത് താൻ ഓടി ഒരു ദിവസത്തെ വഴി ദൂരം പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിയാണ്. लेकिन वो व्यक्ति, लिखा है पहला राजा 19:4 में, परंतु वह स्वयं जंगल में एक दिन के मार्ग पर जाकर एक झाऊ के पेड़ के तले बैठ गया. അവിടെ ഇതാ ദൂതൻ കനലിന്മേൽ ചുട്ട അടയുമായി ഒരു വ്യക്തി വെള്ളവുമായി തന്റെ അടുക്കൽ വന്നിട്ട് അവിടെ ഇരുന്ന ഒടുവിൽ തന്നെ അവിടെ ഉണർത്തിച്ചിട്ട് പറയാണ്, ഇത് തിന്നുക, നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. और वहां पर स्वर्गदूत उनके पास आकर के पत्थरों पर पकी हुई एक रोटी और एक सुराही पानी रखा और उसे कहा, खा पी ले और तुमको बहुत दूर यात्रा करना है. അതിനെ നമ്മൾ അതിന്റെ 8ാം വാക്യത്തിൽ വായിക്കുന്ന, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ നടന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. और उसके 8वां पद में लिखा है, तब उसने उठ करके खाया पिया और उसी भोजन से बल पाकर 40 दिन रात चलते चलते परमेश्वर के पर्वत होरेब को पहुंचा. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാലുകൾ ക്ഷീണിപ്പിക്കാൻ പാടില്ല. അത് കർത്താവിന് വേണ്ടി ഓടുവാനും കർത്താവിന് വേണ്ടി കുഴഞ്ഞ കാലുകളെ ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഉറപ്പിപ്പീനെന്നാ പറഞ്ഞത്, ഉറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. और इसलिए मेरे प्रियो, हमारे पैरों को दृढ़ करना है, हमारा घुटना को दृढ़ करना है, वो धड़धड़ाने वाले और कमजोर ना रहे, ताकि हम प्रभु के लिए दौड़ सके. സങ്കീർത്തനം 18:33 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സാംസ് 18:33. भजन संहिता 18:33 में ऐसे लिखा है, वही मेरे पैरों को हरणियों के पैरों के समान बनाता है और मुझे मेरे ऊंचे स्थानों पर खड़ा करता है. അവൻ എന്റെ കാലുകളെ മാൻപേടക്കാർക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എന്ന് അവിടെ ദാവീദ് പറയുന്നു. എന്റെ കാലുകളെ എങ്ങനെ മാൻപേടക്കാർക്ക് തുല്യമാക്കി. പ്രൈസ് ദി ലോർഡ്. और दाऊद यहाँ पर कहते हैं, मेरे पैरों को हरणियों के पैरों के समान बनाते हैं और मुझे ऊंचे स्थानों पर खड़ा करता है. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുഴഞ്ഞ കാലിനെ കുറിച്ച് ഇനിയും വിശദീകരിക്കാം. ഇനി അടുത്ത ആട്ടം അവിടെ കാണുന്നത്, മനോഭീതി ഉള്ളവനോട്
ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞിരുന്നു. മനോഭീതി. और ढीले धड़धड़ाते हुए घुटनों को स्थिर करने के बारे में इतना कह करके मैंने तीसरा बात पर जा रहे हैं, घबराने वालों से कहो कि हियाव बांधो. നമ്മളെ തളർത്തിക്കളയുന്ന ഒരു 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 ഏരിയ ആണ് നമ്മുടെ മനോഭീതി. और हमारे जीवन को कमजोर करने वाला एक क्षेत्र है हमारा मन के अंदर घबराहट पैदा होना. ധൈര്യപ്പെടുവിൻ. നമ്മൾ ധൈര്യമില്ല എങ്കിൽ മുൻപോട്ട് പോകാൻ ഒക്കത്തില്ല പ്രിയമുള്ളവരെ. अगर हम हियाव ना बांधे तो हम लोग आगे नहीं जा पाएंगे. അവിടെ പറഞ്ഞ ഫിയർഫുൾ ഹാർട്ട്. നമ്മൾ ഭീരുക്കളായിരിക്കാൻ പാടില്ല. ഒരു പോർക്കളത്തിൽ ഞാനൊരു ഒരു ഒരു സൈനികനായതുകൊണ്ട് എനിക്കറിയാം. പ്രൈസ് ലോർഡ്. അവൻ ഒരു കാലത്തും ഒരു ശത്രുവിനെ ഭയപ്പെടത്തില്ല. അവൻ മുൻപോട്ട് തന്നെ ഗമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു പട്ടാളക്കാരന്റെ എയിം എന്ന് പറയുന്നത്. और आप परमेश्वर का दास एक सैनिक थे, इसके कारण ये जानते हैं वो दुश्मन वो चाहे कितनों भी प्रबल हो उनसे डरते नहीं है, बल्कि उसके आगे आगे बढ़ते हैं. डरपोक लोग प्रभु के सेवा के कार्य को नहीं कर सकते. ഈ മനോഭീതി എന്ന് പറഞ്ഞാൽ ഫിയർഫുൾ ഹാർട്ട്സ്, അത് ഒത്തിരി പേരെ നിരാശപ്പെടുത്തുന്നതാണ്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനേകരെ തളർത്തിക്കളയുന്ന ഒരു ഏരിയ ആണ് ഈ മനോഭീതി എന്ന് പറയുന്നത്. മനോഭീതി. ये घबराहट और मन के अंदर जो डर पैदा होता है वो बहुत लोगों को दुर्बल कर देते हैं. बहुत लोग आगे का रुख को आगे का मार्ग को रोक देते हैं, वो निराश हो जाते हैं. അവരോട് ദൈവം പറഞ്ഞു, ബി സ്ട്രോങ്, ഫിയർ നോട്ട്. എന്നുവെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം, ഭയപ്പെടാൻ പാടില്ല, ഭയപ്പെടില്ലേ. സ്തോത്രം. और उनसे प्रभु कहते हैं हियाव बांधो, मत डरो, डरने का जरूरत नहीं है. അത് ആ ഭയത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചതെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ. इसलिए परमेश्वर के वचन में हम लोग डर की आत्मा को प्राप्त नहीं किए हैं. ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന് പറയുന്നുണ്ട്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. നമ്മൾ രാവിലെ എണീച്ച് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് വേണം നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ. ഫിയർ നോട്ട്. प्रत्येक दिन के लिए प्रभु का वचन कहते हैं, प्रतिदिन सुबह का समय प्रभु कहते हैं डरो मत, मैं तुम्हारे साथ हूं. हम प्रतिदिन इस वचन को सुन करके आगे बढ़ना है. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസന്മാര് പ്രത്യേകിച്ച് പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവിടെ ധൈര്യം ക്ഷയിച്ചിട്ട് മതി, ഏലിയാവിനെ പോലെ മതി കർത്താവെ, ഇത്രയും പ്രവർത്തിച്ച് മതി, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. प्रभु का सेवा करने वाला, खास करके कई कठिन परिस्थितियों को सामना करने वाला कई लोगों के जीवन में एलिया कहता है, बस प्रभु अब बहुत हो गया, अब मैं सेवा करना नहीं चाहता. ऐसे कहने वाला समस्या जीवन में आ सकते हैं, लेकिन हमारे हृदय के अंदर के सारे घबराहट को दूर करके हमें हियाव बांधने का जरूरत है. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള അനേക ഓരോ ദിവസവും ഓരോ വാക്യം നമുക്ക് തിരുവനന്തപുരത്തിൽ എടുക്കാൻ കഴിയും. हम परमेश्वर के वचन के अंदर ढूंढेंगे तो प्रतिदिन प्रभु का वचन हमसे कहते हैं डरो मत, मैं तुम्हारे संग हूं. 27-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നുണ്ട്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. यहाँ भजन संहिता 27 में दाऊद कहते यहोवा परमेश्वर मेरी ज्योति और मेरा उद्धार है, मैं किससे डरूं. ഞാൻ ആരെ പേടിക്കും, मैं किससे भय खाऊं. 3-ാം വാക്യത്തിൽ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. और उसके तीसरा आयत में लिखा है, चाहे सेना भी मेरे विरुद्ध छावनी डाले तो भी मैं ना डरूंगा. 53-ാം സംഘത്തിന് 3-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരാത്തീർന്നു. അവിടെ 53-ലെ 3 തോന്നല്ലേ, 56-ന്റെ 3, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്ന. 56 Psalms verse 3. और भजन संहिता 56 का 3 में लिखा है, जिस समय मुझे डर लगेगा मैं तुझ पर भरोसा रखूंगा. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. बहुत सारे आयत इसके संबंध में हम लोग देख सकते हैं.
യെശയ്യാവ് 51:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. यशायाह नबी के किताब 51:7 में ऐसे लिखा है, മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടേണ്ട, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് എന്ന് അവിടെ പറഞ്ഞത്. മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. और यहाँ पर लिखा है, मनुष्यों की नामधराई से मत डरो और उनके निंदा करने से विस्मित ना हो. നമുക്കറിയാം തിരുവചനത്തിൽ ഹല്ലേലൂയ അവിടെ ഗിദെയോന്റെ ജീവിതത്തിലൊക്കെ ഒന്ന് ചെറുക്കുമ്പോൾ അത് ഗിദെയോനോട് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. न्यायों की किताब 6वां अध्याय का पहला बाद में हम लोग गीदोन के बारे में देखते हैं. परमेश्वर का स्वर्गदूत उतर के आकर कहते हैं, हे शूरवीर सुरमा, मैं तुम्हारे संग हूं. ഇപ്പോൾ ഇസ്രായേൽ മിദ്യാന്യരുടെ കീഴിലാണ്, മിദ്യാന്യരാണ് അവരെ ഭരിക്കുന്നത്. സ്തോത്രം. और उस समय हम जानते हैं इस्राएल के ऊपर मिदानी लोग अधिकार रखे हैं. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ അവിടെ അയാൾക്ക് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. और न्यायों की किताब में हम लोग पढ़ते हैं, जब परमेश्वर का जन परमेश्वर से पुकारा, परमेश्वर उनके लिए न्याय नियुक्त किया करके हम लोग देख सकते हैं. നിങ്ങൾക്ക് 6-ാം അധ്യായം അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കില്ല. 6-ന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഗിദെയോനോട് കർത്താവ് പറയുവാണ്, നിന്റെ ഈ ബലത്തോടെ നീ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് ഗിദെയോനോട് ദൈവം പറയാണ് ചെയ്യുന്നത്. और न्यायों की किताब 6वां अध्याय का 14वां आयत में प्रभु यहोवा गीदोन से कह रहे, तब यहोवा ने उस पर दृष्टि करके कहा, अपनी इसी शक्ति पर जा और तू इसराइलियों को मिद्यानियों के हाथ से छुड़ाएगा, क्या मैंने तुझे नहीं भेजा. അതിന്റെ 6-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു വലിയ സൈന്യമാണ് ഇസ്രായേലോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത്. മിദ്യാന്യര്, അമാലേക്കര്, കിഴക്കേ ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് അവരോട് യുദ്ധം ചെയ്യാനായിട്ട് അണിനിരക്കുകയാണ് ചെയ്യുന്നത്. और 6वां अध्याय का 33वां पद में आते हैं, तो वहां पर मिद्यानी, अमेलेकी और पूर्वी इकट्ठे हुए और पार आकर के इजरायली के तराई में डेरे डाले हैं. എന്തിനേറെ പറയുന്നു, ഗിദെയോൻ തന്റെ ജനത്തെ, തന്റെ കൂടെയുള്ളവരെ അവർക്ക് എഗൻസ്റ്റായിട്ട് യുദ്ധത്തിനായിട്ട് അണിനിരക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് 30,000 പേരുമായിട്ടാണ് ഗിദെയോൻ യുദ്ധത്തിന് പോകുന്നത്. 30,000 പേര്. और इतना बड़ा सेना के सामने गिदोन के पास मात्र 32,000 सैनिक थे. അവിടെ ദൈവം ഗിദെയോനോട് പറയാണ്, നിന്നോട് കൂടെയുള്ള ജനം അധികമാണ്, അവരെ അത്രയും വേണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഭീതിയും ഭയമുള്ളവരെല്ലാം തിരിച്ചു പോകാൻ, യുദ്ധം ചെയ്യേണ്ട, അവര് മടങ്ങിപ്പോകട്ടെ എന്ന് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. और परमेश्वर ने गीदोन से कहा, तुम्हारे पास जो 32,000 है ये भी अधिक है, इसलिए जितना लोग डरपोक है, घबराहट रखने वाला है, वो सब लोग वापस जाए, ये आज्ञा दे. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ വരുന്നുണ്ട്, 20,000 പേര് ഭയപ്പെട്ടവർ, ഭീരുക്കളായിരുന്നവർ തിരികെ മടങ്ങിപ്പോയി. और हम लोग 7वां अध्याय का 3रा पद में आता है, तो 22,000 लोग लौट कर चला गया. ബാക്കി ശേഷിച്ചത് 10,000 പേരാണ്. और बाकी 10,000 लोग रह गया. യഹോവ നോക്കിയപ്പോൾ പറഞ്ഞു, പോരാ, ഇവരും അധികമാണ് ഗിദെയോനെ, അത്രയും പേര് വേണ്ട. तभी परमेश्वर ने गीदोन से कहा, अभी भी लोग ज्यादा है, इतना लोगों का जरूरत नहीं है. അവിടെ ദൈവം ഒരു ടെസ്റ്റിൽ കൂടെ അവിടെ കടത്തിവിട്ടായിട്ട് കാണുന്നുണ്ട്. वहां परमेश्वर ने वो उन लोगों के जीवन में किस प्रकार कार्य किया हम लोग देखते हैं. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച്, ആ കൽപ്പന അനുസരിച്ച് വെറും 300 പേരെ മാറ്റി നിർത്തി. और परमेश्वर ने जिस प्रकार उनको आज्ञा दिया उसको पूर्ण रूप से पालन करने वाला केवल 300 लोगों को प्रभु अलग किया. ഓക്കെ, ശേഷം 10,000 പേരില് 999
700 പേരും തിരികെ പോയി. അവരെ പോയി. ഇപ്പൊ 300 പേരെ ബാക്കിയുള്ളൂ. 300 പേര്. और 32,000 में 22,000 एक ही साथ चला गया, उसके बाद 10,000 बच गया, उसी में से 9,700 लोग भी छाटा गया, मात्र 300 लोग रह गया। ഈ അമാലേക്കരും മിദ്യാനും കിഴക്കേ ദേശക്കാരും വെട്ടിക്കിളി പോലെ, അതിന്റെ 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലുണ്ട്, വെട്ടിക്കിളി പോലെ താഴ്വരയിൽ കിഴക്കുന്ന ജനത്തോട് ഈ 300 പേരെ കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? और यहाँ पर 7 का 12 में लिखा, मिद्यानी और अमालेकी और सब पूर्वी लोग तो टिड्डियों के समान बहुत से तराई में फैले पड़े थे, और उनके सामने मात्र 300 लोगों के साथ किस तरह युद्ध लड़ सकते? യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. परमेश्वर का वचन कहते हैं युद्ध हमारा नहीं, परमेश्वर का है। ദാവീദ് ഗോലിയാത്തിന് നേരെ ചെല്ലുമ്പോൾ താൻ പറഞ്ഞതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. दाऊद जब गोलियात के सामने किया, तब दाऊद ने कहा, हमारा इस मल्ल युद्ध, ये लड़ाई हमारा नहीं, परमेश्वर का है। ഫറവോനും സൈന്യവും ഇസ്രായേൽ മക്കളെ പിന്തുടർന്നപ്പോൾ, ഹല്ലേലൂയ, അവിടെ നമ്മൾ കാണുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവര് പറയാണ്, അവിടെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് മിസ്രൈമ്യര് അവിടെ ഫറവോനോട് പറയാണ് ചെയ്യുന്നത്. और इस्राएल जन जब मिस्र देश से निकल आया, तो मिस्री लोग कहते हैं उनका परमेश्वर यहोवा उनके लिए युद्ध लड़ रहा है। അവിടെ ദൈവത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. और परमेश्वर का रणनीति को हम 7वां अध्याय का 18वां आयत में न्यायों की किताब में पढ़ते हैं। അത് വായിക്കേണ്ട വാക്യം. अर्थात जब मैं और मेरे सब संगी नरसिंगे फूके, तब तुम भी छावनी के चारों ओर नरसिंगे फूकना और ललकारना यहोवा की और गीदोन की तलवार। ഈ 300 പേരെ 3 ഭാഗമായിട്ട് നിർത്തിക്കൊണ്ട് അവിടെ ആ കുടം ഉടച്ചു. ഇവിടെ പന്തം കാട്ടിക്കൊണ്ട് ഇതാ 300 പേര് 3 ലൈനിൽ നിൽക്കുകയാണ്. 3 ഭാഗത്ത്, കിഴക്കോ തെക്കോ വടക്കോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ ഊതിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സംഭവിച്ചത്, ഓരോരുത്തന്റെ വാള് രാത്രി, ഇത് സംഭവിക്കുന്ന മിഡ് നൈറ്റിലാണ് കേട്ടോ. 12-ാം അവിടെ അതിന്റെ 19-ാം വാക്യത്തിലുണ്ട്, ആ മധ്യയാമത്തിന്റെ ആരംഭത്തിൽ, എന്ന് വെച്ചാൽ 12 o'clock, മിഡ് നൈറ്റ് 12 o'clock നടക്കുന്ന സംഭവമാണ്. എന്താണ് സംഭവിച്ചത്? ആ ഓരോരുത്തരും അവരുടെ നേരെ ദൈവം വാളുകൊണ്ട് തിരിച്ചു. കൂട്ടുകാരന്റെ നേരെ കൂട്ടുകാരൻ വെട്ടി തോൽപ്പിക്കാനിടയായത്. और यहाँ पर हम लोग देखते हैं बीच रात में 12 बजे के बाद वे उस समय ये 300 लोग 100 करके 3 जगह खड़े थे। उन सबों के पास एक एक घड़ा थे, उस घड़ा के अंदर मशाल थे, और एक साथ वो लोग घड़ा फोड़ा और इस मशाल को ऊंचे किया और ललकार किया। ഞാൻ ഇത്തിരി നേരം ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചത്, ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് എഗൻസ്റ്റായിട്ട് ദൈവ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന BJP ഭരണകൂടവും RSSും ബജരംഗത്തെ ആരൊക്കെ ആയിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കൈ ഉയർന്നിരിക്കട്ടെ, നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം ഈ പ്രവൃത്തി ഇവരിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ തന്നെത്താനെ പടവെട്ടി അവരെ നശിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. और हम लोग यहाँ पर देखता है, जब ऐसा ललकारा तो आपस में वो दुश्मन आपस में लड़के खत्म हुआ। उसी प्रकार मसीह विरोधी लोग हमारे विरोध में कितना भी प्रबल होकर कार्य करे, हम अगर एक साथ प्रभु का वचन के अनुसार कार्य करे, प्रार्थना करे, तो परमेश्वर ऐसा कार्य करेंगे, वो आपस में ही लड़कर खत्म हो जाएंगे। നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മോശയുടെ കൈ ഉയർന്നതുപോലെ നമ്മുടെ കൈ തളരാതെ സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. और हमारा हाथ जिस प्रकार मूसा के हाथ ऊंचा रहा और अमालेकियों के ऊपर विजय को हासिल किया, वैसे ही हम लोग प्रार्थना का हाथ ऊंचा करेंगे तो जरूर परमेश्वर हमारे लिए फतह देंगे। ഈ 300 പേരെ കൊണ്ട് ഗിദെയോൻ ആ മഹാസൈന്യത്തിന്മേൽ ജയം കൊണ്ടതുപോലെ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്ന ഭയമില്ലാത്ത ഭീരുത്വമില്ലാത്ത വെറും 300 പേരും മതി ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ ദൈവസന്നെ ആയിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് ജയം നൽകുന്നുള്ള സംശയമില്ല.
बड़े संख्या में आया हुआ दुश्मन के सामने सिर्फ 300 लोगों के द्वारा बड़े जीत हासिल कर सका गिदोन को, तो उसी प्रकार हम लोग बहुत कम संख्या में क्यों ना हो, लेकिन अगर एकजुट होकर प्रार्थना का हाथ उठाएंगे प्रभु का वचन के अनुसार, तो हम जीत जरूर हासिल करेंगे। ചെങ്കടലിന്റെ തീരത്ത് വന്ന ഇസ്രായേൽ മക്കൾ പുറമോട്ട് നോക്കുമ്പോൾ ഫറവോനും അവന്റെ സൈന്യവും അവരെ പിന്തുടർന്നു. മുൻപിൽ ചെങ്കടൽ. അവരെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് നിലവിളിച്ചു, മോശയോട് നിലവിളിച്ചപ്പോൾ മോശയ്ക്ക് പറയാനുള്ളത് അതിന്റെ പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. പ്രൈസ് ദി ലോർഡ്. और हम इस्राएल जन के बारे में जानते हैं, जब वो वहां मिस्र देश से निकल के जब लाल समुद्र के सामने आया, सामने समुद्र, पीछे फिरौन की सेना आ रहे, वो लोग चिल्ला रहे थे, रो रहे थे। उस समय परमेश्वर ने उनसे कहा, तुम दृढ़ रहो और परमेश्वर का उद्धार का कार्य को देखो। യോശുവയോട് പറയാനുള്ളത്, ദൈവം പറയാണ്, യോശുവേ, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ഒരു കാര്യം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. സ്തോത്രം. और यहोशू से भी परमेश्वर ने कहा, जिस प्रकार मैं मूसा के साथ रहा, तुम्हारे साथ भी रहूंगा। एक कार्य तुम्हें करना है, तुम दृढ़ और अटल रहना है। യോശുവയുടെ പുസ്തകം 1 അധ്യായത്തിന് 6-7 വാക്യം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വായിക്കുന്നില്ല. ധൈര്യവും ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ മാത്രം മതി, ഞാൻ നിന്നോട് കൂടെയുണ്ട്. यहोशू का किताब 1 अध्याय का 6-7 में वहां पर लिखा है, इसलिए हियाव बांध कर दृढ़ हो जा, क्योंकि जिस देश के देने के लिए शब्द मैंने इन लोगों के पूर्वजों से खाई थी, उसका अधिकारी तू इन्हें करेगा। ഒരു വാക്യം വായിക്കട്ടെ. 46 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നുണ്ട്. Psalms 46:10, മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. और भजन संहिता 46 का 10 में इस प्रकार लिखा है, चुप हो जाओ और जान लो कि मैं ही परमेश्वर हूं। മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. चुप हो जाओ और जान लो कि मैं ही परमेश्वर हूं। അത് ഞാൻ പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച യോശുവയുടെ പുസ്തകം 6 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ വരുമ്പോൾ, ആ യെരിഹോ മതിൽ വീഴുവാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ യോശുവയുടെ പുസ്തകം 6 അധ്യായത്തിന്റെ 10 വാക്യം വായിച്ചിട്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. और इस वचन के बारे में मैंने जब अध्ययन किया, तो यहोशू का किताब 6वां अध्याय में जो यरीहो शहर पनाह के सामने इस्राएल जन जो काम किया, उसके बारे में प्रभु ने मुझे प्रेरणा दिया है। വായിച്ചോ? 6:10 യോശുവ 6:10. और यहाँ पर यहोशू का किताब 6वां अध्याय का 10वां आयत में लिखा है, और यहोशू ने लोगों को आज्ञा दी, जब तक मैं तुम्हें जय जयकार करने की आज्ञा ना दूं, तब तक जय जयकार ना करो, और ना तुम्हारा कोई शब्द सुनने में आए, ना कोई बात तुम्हारे मुंह से निकलने पाए। आज्ञा पाते ही करना। നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്കും നിങ്ങൾ പുറപ്പെടുവിക്കരുത്. കർശനമായിട്ട് യോശുവ പറയാണ്, ഞാൻ നിങ്ങളോട് നിങ്ങൾ ആർപ്പിടരുത്, നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഒരു ഒച്ചയും നിങ്ങൾ കേൾപ്പിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറപ്പെടുവിക്കരുത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളണം. और यहाँ पर कहते, जब तक मैं तुम्हें जय जयकार करने की आज्ञा ना दूं, तब तक जय जयकार ना कर लो, ना तुम्हारी कोई शब्द सुने। यानी यहाँ पर भजन संगीता वाला कहते हैं, चुप हो जाओ और जान लो कि मैं ही परमेश्वर हूं। അത് പറയാൻ കാരണം, അവിശ്വാസത്തിന്റെ വാക്കുകൾ പരസ്പരം തമ്മിൽ അവർ സംസാരിക്കുമെന്ന് യോശുവയ്ക്ക് അറിയാം. और यहोशू को ये मालूम था, ये लोग अविश्वास की बातों को आपस में कहने वाले लोग हैं. കാരണം യോശുവയ്ക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോയ 12 പേരിൽ 10 പേര് വന്നിട്ട് ബാൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ യോശുവയും കാലേബും മാത്രമാണ് അവർ പറഞ്ഞത്, യഹോവ നമ്മുടെ കൂടെയുണ്ട്, ആ ദേശം നമുക്ക് പിടിച്ചടക്കാൻ കഴിയും. നോക്കണേ, മെജോറിറ്റി 10 പേര് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക്, ദൈവത്തിന് വിരോധമായി സംസാരിച്ച ആ അനുഭവം യോശുവയ്ക്കുണ്ട്.
और यहोशू को इन लोगों के बारे में जानकारी है, क्योंकि जब देश को जासूसी करने गए थे 12 लोग, उसमें से वापस आया तो 10 लोग आकर के इतना नकारात्मक बात बोल करके लोगों को मन को कच्चा किया। केवल 2 लोग ही ये जो सही बातों को कहा है। നോക്കിക്കേ, ഈ ജനം എരിഹോ മതിലിന്റെ ചുറ്റും നടക്കാണ് മതിൽ അതിനെ പിടിച്ചടക്കാൻ വേണ്ടി നടക്കുകയാണ്. അവരെ പറയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇത് വെറുതെയാ യോശുവ, നമുക്ക് എങ്ങനെ ഈ മതിൽ വീഴുമെന്നോ, ഈ വലിയ വൻമതിൽ വീഴുമെന്നോ? അവരെ അവിശ്വാസത്തിന്റെ വാക്ക് തന്റെ കൂട്ടുകാരനോട് പറയും, കൂട്ടുകാരൻ മറ്റുള്ളവരോട് പറഞ്ഞ് അവര് അത് പരത്തും, അവരിൽ അവിശ്വാസം ഉളവാക്കുവാൻ ഇടയാണ്. അതുകൊണ്ടാണ് യോശുവ അമർച്ചയായി പറഞ്ഞത്, നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറപ്പെടുകയില്ലേ, നിങ്ങൾ വാ മൂടിക്കൊണ്ട് വേണം നിങ്ങൾ വിശ്വാസത്തോടെ ഇതിൽ ചുറ്റും നടക്കാൻ. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. സ്തോത്രം. और यहोशू जानते हैं, अगर ये लोगों को न बताए तो ये लोग एक दूसरे से, इतना बड़ा शहर पनाह है, इतना बड़ा रीति से बनाया गया है, ये तो कैसे गिरेंगे, कैसे इसके ऊपर हम लोग इसका अंदर जा पाएंगे, ये कभी हो नहीं सकता है, ये तो असंभव। ऐसे करके लोगों का मन को कच्चा करेंगे, निराश कर देंगे। इसके कारण यहोशू ने हिदायत दिया है कि एक शब्द भी कोई ना बोले। നമുക്കറിയാം എന്താ സംഭവിച്ചത്. അവര് 7-ാം ദിവസം 7 പ്രാവശ്യം മതിലിനെ ചുറ്റിയപ്പോൾ അവർ ആർപ്പെട്ടു. യോശുവ പറഞ്ഞതുപോലെ ആർപ്പെട്ടു. വൻമതിൽ അവരുടെ കാൽച്ചുവട്ടിൽ വീഴുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. और वहां पर हम लोग देखते हैं आखिर में क्या हुआ है। जो 7 दिन वो लोग प्रतिदिन एक बार शहर पनाह को घेरा लगाया, और 7वां दिन 7 बार घेरा लगे, और आखिरी घेरे में जब यहोशू ने कहा, एक साथ वो लोग जय जयकार किया और शहर पनाह अंदर की तरफ गिर गया। നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വൻ മതിലുകൾ, വൻ പർവ്വതങ്ങൾ, हमारे सामने चाहे कितनों भी बड़ा पहाड़ क्यों ना हो, क्या है, कितनों भी बड़ा शहर पनाह क्यों ना हो, മലാക്കിൽ പറയുന്നത് പോലെ പ്രേസലോട് അത് നമ്മുടെ കാൽച്ചുവട്ടിൽ വീഴുവാൻ ഇടയാത്തീരും. അത് കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ആണിക്കല്ല് കയറ്റുമ്പോൾ പ്രേസലോട് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാപർവ്വതമായിരുന്നാലും മലയായിരുന്നാലും നമ്മുടെ മതിലായിരുന്നാലും നമ്മുടെ കാൽച്ചുവട്ടിൽ വീഴും എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്ക് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം സംസാരിച്ചില്ല. പറഞ്ഞു. हमारे सामने कितना भी बड़ा शहर पना हो, कितना भी बड़ा पहाड़ क्यों ना हो, लेकिन हम परमेश्वर का आशीष में रहते हुए परमेश्वर का वचन के अनुसार अनुग्रह बोल करके उसकी कोने के पत्थर को लगाएंगे तो जरूर परमेश्वर हमारे लिए विजय को हासिल करेंगे। വായിച്ച വാക്യത്തിന് യെശയ്യാ 35:4 വാക്യത്തിൽ ഞാൻ കടന്നില്ല, അത് സമയമില്ലല്ലോ. അത് ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു എന്നുള്ള വിഷയം സംസാരിക്കാൻ അതിനും 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാൻ ഈ 3 പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. തളർന്ന കൈകളെ ബലപ്പെടുത്തണം, കുഴഞ്ഞ മുഴങ്കാലുകൾ ഉറപ്പിക്കണം, മനോഭീതിയുള്ള നമ്മുടെ ഹൃദയം നമ്മൾ ഭയപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കുക. അതുകാര്യം നമ്മുടെ കർത്താവിന്റെ വേലയിൽ മുന്നേറാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ തളർന്നു പോകല്, ഭീതികളായി തീരരുത്. നമ്മൾ ധൈര്യത്തോടെ കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ ഇന്നത്തെ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. यशायाह नबी की किताब 35 का 3 और 4 हमने पढ़ा था, लेकिन 4 से किसी भी बात को मुझे बताने के लिए समय के अभाव के कारण मैं इन 3 बातों के द्वारा मेरी बातों को विराम देता हूं कि हमारा हाथों को दृढ़ करे और हमारा धड़धड़ाते हुए घुटनों को स्थिर करे और घबराने वालों को हियाव बांधाए, और ताकि परमेश्वर हमारा जीवन में कार्य करे। उसके लिए परमेश्वर हम सबों को आशीष करे। हम लोग किसी भी रीत से घबराने वाला ना रहे, ना डरने वाला रहे, बल्कि हम लोग ना कमजोर हो जाए, बल्कि हम लोग सामर्थ के साथ, दृढ़ता के साथ, हिम्मत के साथ खड़ा हो जाए। उसी के लिए परमेश्वर हम सबों को आशीष करे। ये शुभकामना के साथ, प्रार्थना के साथ मेरी बातों को विराम देना चाहूंगा। मेरे लिए भी और मेरे सेवकाई के लिए भी प्रार्थना मांगते हुए मेरे लिए समय दिया और लोगों को धन्यवाद करते हुए मेरी बातों को विराम देता हूं। प्रभु आप सबों को बहुत ऐसे आशीष करे। धन्यवाद। Thank you all.